ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് സുരക്ഷയുടെ തണലിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചേർത്തുപിടിച്ചുകൊണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ കരുതലിൽ വിരിഞ്ഞ 502 കുടുംബദളങ്ങളുടെ വിടർന്ന പുഞ്ചിരിയെ സാക്ഷിയാക്കി ലൈഫ് പദ്ധതിയിൽ നാളിതുവരെ പൂർത്തീകരിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറൽ ചടങ്ങും ഇന്ന് ചെറുപുഴ പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കിയ 502 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങും പൂർത്തീകരണ പ്രഖ്യാപനവും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി, അതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അല്പം വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സാധാരണ വൈകി എത്തുന്ന സമയത്ത് അസ്വസ്ഥതയൊക്കെ കാത്തിരുന്ന് മുഷിച്ചിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ അതൊട്ടും കണ്ടില്ല. വളരെ സന്തോഷവും ഉത്സാഹവും ഒക്കെ സ്ഫുരിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ്, സവിശേഷമായൊരു ചടങ്ങായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. അതിൻ്റെ കാരണം ഈ പരിപാടിയുടെ പ്രത്യേകത തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ സ്വാഗതം പറയുന്നതിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കൂട്ടരാണ് ഈ സ്വാഗത പ്രസംഗം. കാരണം പലയിടത്തും നമ്മളെ വൈകിപ്പിക്കാൻ കാരണം സ്വാഗത പ്രസംഗകരാണ്. പണ്ട് ഒരു പ്രമുഖനായ ബിഷപ്പ് എന്നോട് പറഞ്ഞു, സ്വാഗത പ്രസംഗകർക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശം 5ാം കൽപ്പന ലംഘിക്കരുത് എന്നുള്ളതാണ്. 5ാം കൽപ്പന വധിക്കരുത് എന്നാണ് കൊല്ലരുത് എന്നത്. പക്ഷെ ഇവിടെ വളരെ ദീർഘമൊന്നും ആയില്ല, എങ്കിലും അല്പം വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ ആ സ്വാഗത പ്രസംഗത്തിൽ ഈ പഞ്ചായത്ത് 4 വർഷം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയുണ്ടായി. അതിൽ ആത്മവിശ്വാസവും സത്യസന്ധതയും ഉണ്ടായി. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ബാക്കിയുണ്ട്, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന പൊങ്ങച്ചമല്ല പ്രസിഡന്റ് പറഞ്ഞത്. ചെയ്ത കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുക എന്നത് ശരിക്കും ചെയ്താലേ പറ്റും. അത് പറ്റില്ല. ഇപ്പൊ മികച്ച പ്രവർത്തനം നടത്തുക, അതിന്റെ ഒരു തെളിവാണല്ലോ ഈ 502 വീട് പൂർത്തിയാക്കിയത്. വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. 81 ഞങ്ങൾക്ക് മുമ്പുള്ള ഭരണസമിതിയുടെ കാലത്തെയാണ്, ബാക്കി 421 ഞങ്ങളുടേതാണ്. അതില് ഒന്നും മറച്ചു വെച്ചില്ല. 502 വീടുകൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഞാൻ കണക്ക് നോക്കി, ഏതാണ്ട് 21,16,00,000-ലധികം രൂപ വീടിന് വേണ്ടി മാത്രം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. നിസ്സാരമായ തുകയാണ്. 4 ലക്ഷം ലൈഫിൽ കൊടുക്കുന്നു ഒരു ഗുണഭോക്താവിന്. ST ഗുണഭോക്താവിന് 6 ലക്ഷം കൊടുക്കും. ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ 21,16,00,000 രൂപയാണ്. ഈ മികച്ച പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ, അതിന്റെ പ്രസിഡന്റിനെ, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ലൈഫ് കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അനുകരിക്കാൻ കഴിയാത്ത, സമാനതകളില്ലാത്തൊരു പദ്ധതിയാണ് ലൈഫ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ MLA TA മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല PV, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ദാമോദരൻ മാസ്റ്റർ, കണ്ണൂർ LSGD ജോയിന്റ് ഡയറക്ടർ DJ അരുൺ, CPIM SC മെമ്പർ KD അഗസ്റ്റ്യൻ, കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചെറുപുഴ പഞ്ചായത്ത് വളരെ ആത്മാർത്ഥതയോടെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നാളിതുവരെ ഉണ്ടായിരുന്നത്. ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് പദ്ധതിയുടെ പൂർത്തീകരണം ഏകദേശം 6,67,00,000 രൂപ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട്
ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഷെയറുകൾ ഉപയോഗിച്ച് 21,16,88,333 രൂപയാണ് ഈ വീടുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. അതിന് പഞ്ചായത്തിന്റെ ബാധ്യത ആയിട്ട് വരുന്നത് 11,22,75,745 രൂപയാണ്. ഈ വായ്പ എടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. കാരണം ഞങ്ങൾ ആദ്യം ചുമതലയേറ്റ ഉടനെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ നിവേദനമെന്നോ അപേക്ഷയെന്നോ പറയാൻ കഴിയുന്നത് കുണ്ടേരിയിലുള്ള ഒരു സഹോദരിയുടെ ദയനീയമായ അവസ്ഥയായിരുന്നു. വീടില്ല, അത് ചാനലുകളിലും വാട്സപ്പിലൊക്കെ ആയിട്ട് വളരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ എന്തോ ശേഷി കുറവുകൊണ്ട് എന്നുള്ള നിലയിൽ പോലും അങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരങ്ങനെ വാട്സപ്പ് പോസ്റ്റ് ചെയ്തു. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ പോലും അത് മനസ്സിലാക്കിയിരുന്നില്ല. കാരണം മനസ്സിലാക്കാനുള്ള സമയമായിരുന്നില്ല. ഉടനെ തന്നെ അവിടെ പോയി അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് തയ്യാറാക്കി കൊടുക്കുന്നതിന് ഇന്നിപ്പോൾ ലൈഫിന്റെ വീട് പോലത്തെ വീടൊന്നുമല്ല. ഞങ്ങൾക്ക് അതിന് ആകെ ചെലവ് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ നാട്ടുകാരിൽ നിന്ന് സംഭരിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് ലൈഫിലെ മുഴുവൻ വീടുകളും കഴിയുമെങ്കിൽ തീർത്തു കൊടുക്കണമെന്നുള്ളത്. വലിയ നിലയിൽ പട്ടികജാതി നഗരങ്ങളും പട്ടികവർഗ നഗരങ്ങളും പ്രവർത്തിച്ചു വരുന്നൊരു മേഖലയാണ്. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഈ മലയോരത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള വിദ്യാഭ്യാസ വളർച്ചയുടെ വഴികളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനാടിസ്ഥാനത്തിൽ കളിക്കളത്തിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിലും സംസ്ഥാനാടിസ്ഥാനത്തിൽ സ്കൂൾ കായികമേളകളിലും മറ്റ് കായിക മത്സരങ്ങളിലും ഏറ്റവും മികച്ച വിജയങ്ങൾ നേടുന്ന ഒരു പ്രദേശമാണ് ഇവിടെയുള്ള സ്കൂളുകളും അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ഇന്ന് ലോക ബാഡ്മിൻ്റൺ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം, ഈ ചെറുപുഴയുടെ അഭിമാനമായിട്ടുള്ള ഈ മണ്ണിൽ കളിച്ച് പഠിച്ചു വളർന്നിട്ടുള്ള ട്രിസ ജോളി എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ത്യയുടെ സീനിയർ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായി ഇന്ത്യൻ വോളിബോളിനെ ലോകത്തിന്റെ പരിഗണനയിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ ചുണ്ടയിലെ ഷൈൻ സ്റ്റാറിലൂടെ വളർന്ന ജോബി ജോസഫിനെ പോലുള്ളവർ ഈ നാടിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള കായിക വഴികളുടെ തലയെടുപ്പുള്ള എണ്ണം പറഞ്ഞ താരങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ രംഗത്തും ചെറുപുഴ മാതൃകയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഇത്രയും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് ഭരണം നമ്മുടെ ജില്ലയിൽ തന്നെ അപൂർവമാണ് എന്നത് അഭിമാനത്തോടു കൂടി ചെറുപുഴക്കാർക്ക് പറയാം. രാഷ്ട്രീയത്തിൻ്റെ ഒരു വേലിക്കെട്ടുകളുമില്ലാതെ അലക്സാണ്ടർ മാഷ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാരിച്ച മാഷ് പ്രസിഡന്റും രജി പുളിക്കൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ മികച്ച സേവനം കാഴ്ചവെച്ച വിഇഒമാരായ പ്രജീഷ്, രാജീവ് എന്നിവരെ അനുമോദിച്ചു. വിഇഒ രാജീവ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഭൂമിയുള്ളവരിൽ അർഹരായ മുഴുവൻ പേരും കരാറിൽ ഏർപ്പെട്ട പ്രഖ്യാപനവും ഭവന നിർമ്മാണം പൂർത്തീകരിച്ചവർക്കുള്ള താക്കോൽ കൈമാറ്റവും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. സാമൂഹിക വികസനത്തിന്റെ ഓരങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടു പോകാവുന്ന നിർധനരെയും അഗതികളെയും നവകേരള നിർമ്മിതിയിൽ പൊതുധാരയോടൊപ്പം ചേർത്തു നിർത്തുന്നതിന് ആദ്യം വേണ്ടത് അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ സ്വന്തമായി വീട് വയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വീടും അവരിൽ തന്നെ തീർത്തും പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഉപജീവന മാർഗവും ഉറപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയായാണ് ലൈഫ് മിഷൻ എന്ന സംവിധാനത്തിന് സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ വീടുകൾ ലഭ്യമാക്കുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും വീട് നൽകുക എന്ന തീരുമാനം ഭരണസമിതി കൈക്കൊണ്ടത്. നമുക്കറിയാം, ലൈഫ് ഭവന പദ്ധതി കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയും
ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയുമാണ്. ലൈഫ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.